ബ്രിട്ടൻ്റെ ക്രൗൺ ആരായിരുന്നു ഈ ഒരു 1857 റിവോൾട്ട് നടക്കുമ്പോൾ? ക്വീൻ വിക്ടോറിയ ആയിരുന്നു. അതുപോലെ മംഗൾ പാണ്ഡെ 1857 എന്നില്ല, മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന പേരുള്ള മൂവി, അതിലെ ആക്ടർ ആരായിരുന്നു? അമീർ ഖാൻ ആയിരുന്നു. അതിൻ്റെ ഡയറക്ടർ കേതൻ മെഹ്തയായിരുന്നു. 2005 ഇറങ്ങിയ ഒരു സിനിമയാണിത്. മംഗൾ പാണ്ഡെയെ പറ്റിയുള്ളതാണ്. മംഗൾ പാണ്ഡെ ആയിട്ട് റോള് ചെയ്തിരിക്കുന്നതാണ് അമീർ ഖാൻ. പിന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാനിങ് പ്രഭു ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് പറയുന്നത്. എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയും. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. അത് 1861 ആണ്. IPC എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിയമമാവുന്നത് 1862 ജാനുവരി 1 പക്ഷേ അത് 1860 ഒക്ടോബർ 6 വന്ന ഒരു കാര്യമാണ്. പിന്നെ ഹൈക്കോർട്ട് ആക്ട് എന്ന് പറയുന്നത് 1861 ഓഗസ്റ്റ് 6. പിന്നെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ എന്താണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861 എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമാണ്. അത് കാനിങ് പ്രഭു ആണ്. ആ സമയത്ത് വൈസ്രോയ് കാനിങ് പ്രഭു ആണ്. അദ്ദേഹമാണ് ഈ ഒരു ആക്ട് പാസ്സാക്കുന്നത്. അത് എന്നാണ് പാസ്സായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1861 ഓഗസ്റ്റ് 1 പാസ്സാവുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പോർട്ട്ഫോളിയോ സിസ്റ്റം നടപ്പിലാവുന്നു. പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ക്യാബിനറ്റ് മെമ്പേഴ്സ് ഉണ്ട് അല്ലേ. നമ്മുടെ ഇപ്പോൾ മിനിസ്ട്രി നോക്കുമ്പോഴത്തേക്കും ഓരോ മെമ്പേഴ്സ് ഉണ്ട്, മിനിസ്റ്റേഴ്സ് ഉണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ തന്നെ പുതിയ മിനിസ്റ്റർ കയറിയതേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇങ്ങനെ വിഭജിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. മുഖ്യമന്ത്രിക്ക് തന്നെ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഒരുപാട് വകുപ്പുകളുണ്ട്. തുറമുഖമുണ്ട്, അതുപോലെ തന്നെ ധനകാര്യമുണ്ട്, അങ്ങനെ പൊതുഭരണം. ഇപ്പോൾ ഈ പല പല വകുപ്പുകളും കാര്യങ്ങളുമാണ് മുഖ്യമന്ത്രി തന്നെ എടുത്തിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് ഈ പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെയൊക്കെ വിഭജിച്ച് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട ആശയം എവിടെ നിന്നാണ് വരുന്നത്? 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിൽ നിന്നാണ്. കാരണം ഇതിൽ പോർട്ട്ഫോളിയോ സിസ്റ്റം നടപ്പാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മെമ്പേഴ്സിനും ഒരു ക്യാബിനറ്റ് സിസ്റ്റം നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ഓരോ മെമ്പേഴ്സിനും അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് അലോട്ട് ചെയ്ത് കൊടുക്കുക. ഇന്ന ഏരിയാസ് ഇന്ന ആൾക്ക് അവരത് കണ്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള ഒരു ഡിവിഷൻ ഓഫ് ലേബർ പോലുള്ള ഒരു സിസ്റ്റം ഇവിടെ നടപ്പിലായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇതിനകത്ത് വേറെയും കാര്യങ്ങളുണ്ട്. അതായത് ഇനിഷ്യേറ്റഡ് ഡീസെൻട്രലൈസേഷൻ ബൈ റീസ്റ്റോറിങ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ടു ദി പ്രൊവിൻസസ്. അതായത് ഡീസെൻട്രലൈസേഷൻ നടപ്പിലായി, അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് മാത്രമായിട്ട് സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു പണ്ട് നേരത്തെയൊക്കെ ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ ചാർട്ടർ ആക്ട് പഠിച്ചിട്ടുണ്ട്. എന്നായിരുന്നു ചാർട്ടർ ആക്ട് വന്നത്? 1833 ഒന്നല്ലേ. അതേപോലെ 1773 എന്ത് വന്നത്? റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് വന്നിട്ടുള്ളത്. അപ്പം ഇതിലെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെൻട്രലൈസേഷൻ പവറാണ് കാണിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ഫുൾ വൈസ്രോയി അല്ലെങ്കിൽ ഗവർണർ ജനറൽ, പിന്നെ കമ്പനി ഭരണം ഫുൾ അവരുടെ അണ്ടറിലാണ്. ഒരു ഏകാധിപത്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അല്ലാതെ ബാക്കിയുള്ള നാട്ടുരാജ്യങ്ങൾക്ക് പ്രവിശ്യകൾക്കൊന്നും എന്തിൽ റോളില്ലായിരുന്നു? ലെജിസ്ലേറ്റീവ് പർപ്പസിൽ വലിയ റോളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സിസ്റ്റം വന്നതോടുകൂടി, ഈ ഒരു ആക്ട് വന്നതോടുകൂടി അവർ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് തുടങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലെജിസ്ലേറ്റീവ് പവേഴ്സിനെ എന്ത് ചെയ്തു? റീസ്റ്റോർ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊവിൻസുകളിലേക്ക്, പ്രവിശ്യകളിൽ ലെജിസ്ലേറ്റീവ് പവേഴ്സിനെ റീസ്റ്റോർ ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യക്കാരെ ഈ ഒരു ലെജിസ്ലേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട്, ലോ മേക്കിങ്ങിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പോർട്ട്ഫോളിയോ സിസ്റ്റം നടപ്പിലാക്കി. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻസിന് ഒരു നിയമനിർമ്മാണത്തിൽ പ്രധാനമായി പങ്കുവഹിക്കാൻ അവരെയും കൂടി അംഗമാക്കി. ഇന്ത്യയിലെ കുറച്ച് മെമ്പേഴ്സിനെയും കൂടെ ആ ലോ മേക്കിങ്ങിൽ അംഗമാക്കി. പിന്നെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊവിൻസസിലേക്കും എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ നടപ്പിലായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് പ്രധാനമായിട്ടും എവിടേക്കാണ് നടപ്പിലായത് അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്രാസിലും ബോംബെയിലുമാണ്. മദ്രാസിലും ബോംബെ പ്രസിഡൻസിയിലാണിത് എന്ത് ചെയ്തത്? ഈ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുത്തത്. എന്തുകൊണ്ടായിരിക്കും മദ്രാസിലും ബോംബെയുടെ അടുത്ത് ഇവർക്കൊരു ഫേവർ ഉണ്ടല്ലേ? കാരണം ബംഗാളിലുള്ള ആർമിക്കാരാണ് കൂടുതലും ഈ 1857 റിവോൾട്ടിന് നേതൃത്വം കൊടുത്തത്. അപ്പം ബംഗാളിൽ കൊടുക്കാതെ മദ്രാസിലും പിന്നെ അതുപോലെ തന്നെ ബോംബെയിലെ പ്രൊവിൻസസിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്തത്? അവരുടെയാണ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സമയത്ത് 1861 ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കൊടുത്ത പ്രൊവിൻസസ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരുമാണ്.
ഇനി അതുപോലെ ക്യാനിങ് പ്രഭു 3 ഇന്ത്യക്കാരെയാണ് എന്ത് ചെയ്തത് ലോ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നോൺ ഒഫീഷ്യലാണ്, എപ്പോഴും ശ്രദ്ധിക്കണം, ഒഫീഷ്യൽ അല്ല, നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്തത്. ആ നോമിനേറ്റ് ചെയ്ത 3 പേരുടെ പേര് പഠിക്കുക. അതായത് പേര് മീൻസ് എവിടുത്തെ രാജാവായിരുന്നു എന്നുള്ളതാണ്. രാജ ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പാട്യാല, അതുപോലെ തന്നെ സർ ദിനകർ റാവു. ഇങ്ങനെ 3 പേരാണ് ഉള്ളത്. അപ്പം രാജ ഓഫ് ബനാറസ്, മഹാരാജ ഓഫ് പട്യാല ആൻഡ് സർ ദിനകർ റാവു എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും 3 പേരെയാണ് എന്ത് ചെയ്തത് നോൺ ഒഫീഷ്യൽ ഇന്ത്യൻ മെമ്പേഴ്സായിട്ട് ക്യാനിങ് നോമിനേറ്റ് ചെയ്ത് ടു ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയാം. അങ്ങനെ ലോ മേക്കിങ്ങിൽ ഇവരും പങ്കാളിയാവുന്നു, പക്ഷെ നോൺ ഒഫീഷ്യൽ ആണ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ പോരായ്മ ഞാൻ പിന്നീട് പറഞ്ഞുതരും എന്താണെന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇവരെ അംഗമാക്കുകയും ചെയ്തു, പക്ഷെ നോൺ ഒഫീഷ്യലാക്കി കളഞ്ഞു എന്ന് പറയുമ്പോൾ ഇവർക്ക് തീരുമാനമൊന്നും എടുക്കാൻ പറ്റില്ല. മറ്റുള്ളവർ പറയുന്ന കേട്ട് അവിടെ ഇരിക്കാൻ മാത്രമേ പറ്റൂ. പക്ഷെ എന്നാൽ സമൂഹത്തിൻ്റെ മുന്നിൽ എന്തുമായി, ഇന്ത്യൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്നുള്ളൊരു പേരുമായി. അതാണ് ഇവരുടെ തന്ത്രം. ഈ ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടൻകാരെന്ന് പറഞ്ഞാൽ ഫുൾ എന്തായിരുന്നു, കുറേ ട്രിക്സ് ആയിരുന്നു അല്ലേ. അവർക്ക് കുറേ ബുദ്ധിപരമായിട്ട് അവർ നീങ്ങിയിട്ടുള്ള കുറേ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇനി അത് കഴിഞ്ഞിട്ട് ഉള്ളത് ഞാൻ പറഞ്ഞു, പോർട്ട്ഫോളിയോ സിസ്റ്റത്തെ പറ്റി പറഞ്ഞു. പിന്നീട് കുറേയധികം പുതിയ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തത് 1862 ബംഗാളിൽ. അതായത് ആദ്യം 1861 നിയമം വരുന്ന സമയത്ത് ലെജിസ്ലേറ്റീവ് പവേഴ്സ് എവിടെയൊക്കെ ഉള്ളായിരുന്നു, ബോംബെയിലും മദ്രാസിലേ ഉള്ളൂ. പിന്നെ 1862 ആയപ്പം ബംഗാളിലേക്കും ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് വന്നു. അതുപോലെ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസസിൽ 1866 വന്നു. അത് കഴിഞ്ഞ് 1897 ആയപ്പോഴത്തേക്കുമാണ് എവിടെ വരുന്നത്, പഞ്ചാബിൽ വരുന്നത്. അങ്ങനെ പഞ്ചാബ്, നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസസ്, ബംഗാൾ 3 ഇയേഴ്സ് ശ്രദ്ധിക്കണം. 1862 in Bengal, 1866 in North Western Frontier Provinces NWFP and 1897 in Punjab. നോമിനേഷൻ ഓഫ് ഇന്ത്യൻ മെമ്പേഴ്സ് ബൈ വൈസ്രോയി ടു ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ വൈസ്രോയി ആയിട്ടുള്ള ക്യാനിങ് പ്രഭു ആണ് നോമിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്, വൈസ്രോയിക്കാണ് എന്നാണ് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്യാനിങ് പ്രഭു 3 നോൺ ഒഫീഷ്യൽ ഇന്ത്യൻസിനെ അങ്ങോട്ട് നോമിനേറ്റ് ചെയ്ത് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ഇന്ത്യൻസിനെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്, വൈസ്രോയിക്കാണ്. പിന്നെ ഉള്ളത് പറയുന്ന വൈസ്രോയുടെ ഓർഡിനൻസ് പവറിനെ പറ്റിയും ഈ ഒരു ലോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓർഡിനൻസ് നമുക്കറിയാം, ഗവർണറുണ്ട്, അതുപോലെ തന്നെ പ്രസിഡൻ്റും ഒക്കെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന സമയത്ത് അത് 6 മന്ത്സിനുള്ളിൽ പാർലമെൻറ്റിന് അപ്രൂവ് ചെയ്യാം, ഡിസപ്രൂവ് ചെയ്യാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അല്ലേ. അപ്പോൾ വാലിഡ് അപ് ടു 6 മന്ത്സ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ കാര്യം എടുത്തിട്ടുള്ളതും ഈ ഒരു ആക്ടിൽ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യമൊക്കെ ഫോം ചെയ്യാനുള്ളതിൻ്റെ പിറകിൽ ഇതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് വൈസ്രോയുടെ ഓർഡിനൻസ് പവറിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. 6 മാസം വരെയാണ് അത് വാലിഡ് ആയിട്ടുള്ളത്, വിതൗട്ട് കൺസെൻറ്റ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അപ്രൂവൽ. അതായത് പാർലമെൻറ്റിൻ്റെ, നമ്മളിപ്പോൾ പറയുന്ന പാർലമെൻറ്റ് അല്ലേ, അപ്പോൾ അതേപോലെ അവിടുത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെ എന്ത് വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അപ്രൂവലോ കൺസെൻറ്റോ ഒന്നും കൂടാതെ തന്നെ ഇവർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റും. അത് നടപ്പിലാക്കുകയും ചെയ്യും വിത്തിൻ 6 മന്ത്സ് തന്നെ. പക്ഷേ ഇവരുടെ അപ്രൂവൽ വേണം അല്ലേ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, വാലിഡ് അപ് ടു 6 മന്ത്സ്. നമ്മുടെ ഇപ്പോൾ ഉള്ളത് തന്നെയാണ് അവിടെ അന്നും ഉണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. വൈസ്രോയ്സ് ഓർഡിനൻസ് പവർ എന്ന് പറഞ്ഞിട്ടുള്ളത്, വിതൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അപ്രൂവൽ. നെക്സ്റ്റ് ഈസ് empowerment to regulate council business. The act empowered the viceroy to issue rules and orders to ensure that the councils run smoothly, consolidating his control over legislative procedures and improving operational. ഇന്നത്തെ ഗവർണർ, പ്രസിഡന്റ് ഇതുപോലെയൊക്കെ തന്നെ ഈ കംപ്ലീറ്റ് അവരുടെ കൺട്രോളിലാണോ എന്നുള്ളൊരു ചോദ്യം വരും. ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുമോ? വൈസ്രോയി ഓർഡിനൻസ് പുറപ്പെടുവിക്കും, 6 മന്ത്സ് ആണ് കാലാവധി എന്നൊക്കെ പറഞ്ഞു അല്ലേ നമ്മൾ. അപ്പോൾ ഇവരുടെ കൺസെൻറ്റോട് കൂടി അല്ലാതെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് തോന്നും പവർ മറ്റവർക്കാണെന്ന്, ലെജിസ്ലേറ്റീവ് കൗൺസിലിനാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ഫങ്ഷൻസ് പ്രോപ്പറായിട്ടാണോ നടക്കുന്നതെന്ന് അറിയാനും, സ്മൂത്തായിട്ടാണോ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് അറിയാനും, അതിന് മുകളിലൊരു കൺട്രോൾ വയ്ക്കാനും, കാര്യങ്ങൾക്കും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ റൂൾസ് ആൻഡ് ഓർഡേഴ്സ് ആർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും, വൈസ്രോയ്ക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിയന്ത്രണം അപ്പോഴും വൈസ്രോയുടെ മുകളിൽ തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. അവർക്ക് തന്നെ ഓർഡേഴ്സ് ആൻഡ് റൂൾസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും ഇവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു ഫലം എന്ന് പറഞ്ഞാൽ, അനന്തരഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പ്രൊവിൻഷ്യൽ ഓട്ടോണോമി ഇൻക്രീസ് ചെയ്തു. കാരണം പല പല പ്രൊവിൻസസിൽ എന്ത് വന്നു, ലെജിസ്ലേറ്റീവ് കൗൺസിൽ വന്നു, സ്വന്തമായി നിയമനിർമ്മാണം വന്നു, ഇന്ത്യൻസിൻ്റെ പ്രാതിനിധ്യം കൂടി. അപ്പോൾ പ്രൊവിൻസസിൻ്റെ ഓട്ടോണോമി അവിടെ വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. നേരത്തെ സെൻട്രലൈസ്ഡ് ആയിരുന്നത് ഇപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആയി. അപ്പോൾ പ്രൊവിൻസസിനും റോള് കിട്ടി, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് പ്രൊവിൻസസിലേക്ക് വന്നു. അങ്ങനെ ആയപ്പോഴത്തേക്കും ഈ പ്രൊവിൻസസിൻ്റെ ഒരു ഓട്ടോണോമി കൂടി നമുക്ക് കാണാൻ പറ്റി ഈ ആക്ട് വന്നതിന് ശേഷം, ഇൻക്രീസ്ഡ് പ്രൊവിൻഷ്യൽ ഓട്ടോണോമി. പക്ഷേ ഏതൊരു ആക്ട് വന്നാലും ചിലപ്പോൾ അതിനൊരു പോരായ്മയും കാണാം, അല്ലേ, ഡ്രോബാക്സ് കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ലിമിറ്റഡ് റോളാണ്. ഭയങ്കര പൂർണ്ണമായിട്ടുള്ള അധികാരമൊന്നും ലെജിസ്ലേറ്റീവ് കൗൺസിലിന് ആരും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിനാൻഷ്യൽ മാറ്റേഴ്സിലോ എക്സിക്യൂട്ടീവ് മാറ്റേഴ്സിലോ ഒന്നും ഇവർക്ക് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടാതെ, അതായത് പ്രിയോർ അപ്രൂവൽ, മുൻകൂട്ടിയുള്ള അപ്രൂവൽ കൂടാതെ ഇവർക്ക് ഡിസ്കസ് ചെയ്യാൻ പോലും പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ കുഡ് നോട്ട് ഡിസ്കസ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ്, അതുപോലെ എക്സിക്യൂട്ടീവ് ആക്ഷൻസ്, പിന്നെ വിത്തൗട്ട് ഗവൺമെൻറ് പ്രിയോർ അപ്രൂവൽ. അപ്പോൾ നിയമനിർമ്മാണമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. അല്ലാതെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ കയറി ഇടപെടാനോ എക്സിക്യൂട്ടീവ് പവേഴ്സിൽ കയറി ഇടപെടാനോ ഒന്നും ഇവർക്ക് പറ്റില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രയോർ ആയിട്ടുള്ള അപ്രൂവലോട് കൂടല്ലാതെ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞു, അല്ലേ. അപ്പോൾ ബഡ്ജറ്റിലൊന്നും ഇവർക്ക് ഒരു കൺട്രോളും ഇല്ല. അതുപോലെ തന്നെ കുഡ് നോട്ട് പാസ് ലെജിസ്ലേഷൻ വിതൗട്ട് ദ വൈസ്രോയ്സ് അപ്രൂവൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് നമ്മുടെ ഒരു ബില്ല് പാസ് ആവണമെങ്കിൽ ഇപ്പോൾ ആരുടെ ഒപ്പ് വേണം, പ്രസിഡൻറ്റിൻ്റെ. അതുപോലെ തന്നെ അന്ന് വൈസ്രോയി എന്ത് വേണം, ഈ ഒരു ബില്ല് പാസ്സാക്കി അല്ലെങ്കിൽ പുതിയ നിയമനിർമ്മാണം നടത്തി ആക്ട് വന്നു, അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു ലെജിസ്ലേഷൻ പാസ് ചെയ്യണമെങ്കിൽ വൈസ്രോയുടെ അപ്രൂവൽ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് ഈവൻ ഇഫ് എ ബിൽ വാസ് അപ്രൂവ്ഡ് ബൈ ദ വൈസ്രോയി ഇറ്റ് കുഡ് ബി റിജക്റ്റഡ് ബൈ ദ സെക്രട്ടറി ജനറൽ. ഇനി വൈസ്രോയി ആ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാലും എന്ത് ചെയ്യും, അതിനെ സെക്രട്ടറി ജനറൽ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. സെക്രട്ടറി ജനറൽക്ക് വേണമെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യാം. അപ്പോൾ നിയമം നിർമ്മിച്ചാൽ മാത്രം പോരാ, നടപ്പിലാവണമെങ്കിൽ അത് ആരുടെ കയ്യിൽ തന്നെയാണ്, വൈസ്രോയിയുടെ സെക്രട്ടറി ജനറലിൻ്റെയൊക്കെ കയ്യിൽ തന്നെയാണ് ഇതിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവർക്ക് ബഡ്ജറ്റിലോ ഫിനാൻഷ്യൽ മാറ്റേഴ്സിലോ എക്സിക്യൂട്ടീവ് പവേഴ്സിലോ ഒന്നും കൺട്രോളില്ല. അതുപോലെ ഞാൻ വേറൊരു പോരായ്മ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഇന്ത്യൻ മെമ്പേഴ്സിൻ്റെ ഇൻക്ലൂഷൻ. പേരിനൊരു ഇൻക്ലൂഷനാണ് നടന്നത്. നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ലാർജ്ലി ലിമിറ്റഡ് ഇൻഫ്ലുവൻസ് ഇൻ ഗവേണൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവർക്ക് പ്രധാനമായിട്ട് ഭരണകാര്യങ്ങളിലൊന്നും വലിയ റോളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അവർക്ക് ബില്ല് കാര്യങ്ങളൊക്കെ ഒപ്പോസ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റില്ലായിരുന്നു. നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, കോസസ് ഫോർ 1861 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ലോർഡ് കാനിങ് കൊണ്ടുവന്നു എന്നും പറഞ്ഞു. അപ്പോൾ അത് വെറുതെ അങ്ങ് കൊണ്ടുവരത്തില്ല. അത് കൊണ്ടുവരാനുള്ള കാരണം, ഒന്നാമത്തെ മേജർ കാര്യം നമ്മൾ ഇവ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ 1857 റിവോൾട്ട്, ആ ഒരു ലഹള, ആ ഒരു കലാപം കൊണ്ടുവന്നത് കൊണ്ട് തന്നെയാണെന്ന് മാറി ചിന്തിച്ചാലോ എന്ന് വിചാരിച്ച് ഇന്ത്യൻ പ്രാതിനിധ്യം കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്നു, ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നത്. അതൊന്ന് 1857 റിവോൾട്ട് തന്നെയാണ്. രണ്ടാമത്തത് ലാക്ക് ഓഫ് ഇന്ത്യൻ പാർട്ടിസിപ്പേഷൻ. ഇന്ത്യക്കാരുടെ എണ്ണം കുറവായിരുന്നു, അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു. അപ്പോൾ അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു. അപ്പോൾ ഈ ഇന്ത്യൻസിനെ ഭരണകാര്യങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ദ എക്സ്ക്ലൂഷൻ ഓഫ് ഇന്ത്യൻസ് ഫ്രം അഡ്മിനിസ്ട്രേഷൻ ആഫ്റ്റർ ദ റിവോൾട്ട് ഓഫ് 1857 ഹൈലൈറ്റഡ് ദ നീഡ് ഫോർ ദ ഇൻവോൾവ്മെൻറ്റ് ഇൻ ഗവേണൻസ്. ഈ 1857 കലാപ സമയത്ത് ഇന്ത്യക്കാരുമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുകയും അവരെ ഇതിൽ നിന്നൊക്കെ പുറത്താക്കുകയൊക്കെ ചെയ്തതാണ്. അങ്ങനെ പിന്നീട് അവരെ വീണ്ടും എന്ത് ചെയ്യണം, അവരുടെ ഗവേണൻസിൽ അവരുടെ ഇൻവോൾവ്മെൻറ്റ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. ഇൻഎഫിഷ്യൻസി ഓഫ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷനിൽ കുറേ പോരായ്മകളുണ്ടായിരുന്നു, അത് പരിഹരിക്കാനായിട്ട് കൊണ്ടുവന്നു. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യക്കാരുടെ റിലേഷൻ കുറച്ചുകൂടെ മെച്ചപ്പെടുന്നതാണ്. അതൊരു അടവായിരുന്നു, അല്ലേ. കാരണം ഇന്ത്യക്കാരിങ്ങനെ വടക്കി നിന്ന് കഴിഞ്ഞാൽ പറ്റില്ല. ഇതുപോലെ 1857 റിവോൾട്ട് പോലെ പിന്നെയും വീണ്ടും ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് അവർ നയതന്ത്രപരമായിട്ടൊന്ന് ഡീൽ ചെയ്യണം, ഡിപ്ലോമാറ്റിക് വേ. അപ്പോൾ അങ്ങനെ ആ ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ റിലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ ഒരു ആക്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. കാരണം അവരുടെ പ്രാതിനിധ്യം കൂട്ടുമ്പോൾ അവർക്ക് കുറച്ച് നയവ് വരും, പിന്നെ റിവോൾട്ടൊക്കെ കുറേ, അങ്ങനെയൊക്കെ ചിന്തിച്ചു. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു റെപ്രസെൻറ്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയാൻ പറ്റും. ഈ ആക്ട് വഴി ഉണ്ടായ കൗൺസിൽസ് എന്ന് പറയുമ്പോൾ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയാം. അതുപോലെ എക്സ്പാൻഡഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൈസ്രോയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത് 6 തൊട്ട് 12 അഡീഷണൽ മെമ്പേഴ്സിനെ കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 6 to 12 അഡീഷണൽ മെമ്പേഴ്സിൽ തന്നെ പകുതി പേരും നോൺ ഒഫീഷ്യലാണ്, ബാക്കി പകുതി പേരാണ് ഒഫീഷ്യലായിട്ടുള്ളവരല്ലേ. 12 പേര് അഡീഷണൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 6 പേരെന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്, നോൺ ഒഫീഷ്യൽസും, ബാക്കി 6 പേരെന്ന് പറഞ്ഞിട്ടുള്ള ഒഫീഷ്യൽസുമാണ്.
അതിൽ ഇന്ത്യൻസും എത്ര പേരായിരുന്നു? 3 പേരായിരുന്നു ക്യാനിങ് പ്രഫു സജസ്റ്റ് ചെയ്തത് നോൺ ഒഫീഷ്യൽസ് ആയിട്ട് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഡീഷണൽ മെമ്പേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ അഡീഷണൽ മെമ്പേഴ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡിസ്കഷനിലൊന്നും ടേക്ക് പാർട്ട് ചെയ്യാൻ പറ്റില്ല. അഡ്വൈസറി മാത്രമായിരുന്നു ഇവരുടെ റോളെന്ന് പറയുന്നത്. ഉപദേശിക്കുക എന്നുള്ള റെക്കമെൻഡേഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം. അല്ലാതെ ഇവർക്ക് വേറെ ഒന്നും പറയാനായിട്ട് ചെയ്യാനോ ഒന്നുമായിട്ട് പറ്റത്തില്ല. അഡ്വൈസറി റോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെലക്ഷൻ ആൻഡ് റോൾ ഓഫ് അഡീഷണൽ മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഡ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ ഡിസ്കഷൻസ് ആൻഡ് ദെയർ റോൾ വാസ് ഓൺലി അഡ്വൈസറി. അപ്പോൾ ഇവരെ സെലക്ട് ചെയ്യുന്നതിലും ഇവരുടെ റോളിലും കാര്യങ്ങളിലും ഒക്കെ കുറേ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെയുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ. പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ക്യാനിങ് പ്രഫു ആണ്. അത് പിന്നെ ഈ ഒരു ആക്റ്റിൽ അതും കൂടെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ പോർട്ട്ഫോളിയോ സിസ്റ്റം ക്യാനിങ് പ്രഫു 1861 ആക്ട് വരുന്നത്, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്. അതിന് മുന്നേ പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ക്യാനിങ് പ്രഫു തന്നെയാണ്. അദ്ദേഹം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 1859, അതായത് റിവോൾട്ടൊക്കെ കഴിഞ്ഞ് 1858 ജൂലൈ 8 റിവോൾട്ട് അവസാനിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് 1859 ആയപ്പോഴത്തേക്കുമാണ് പോർട്ട്ഫോളിയോ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയും. ഈ നെക്സ്റ്റ് 1848 to 1856 എന്ന് പറയുന്ന ആ സമയത്തായിരുന്നു ഡൽഹൌസി പ്രഫു എന്തായിരുന്നു ഗവർണർ ജനറൽ ആയിട്ടുണ്ടായിരുന്നത്. വൈസ്രോയി എന്ന് പറയരുത്, ഗവർണർ ജനറൽ ആയിട്ടുണ്ടായിരുന്നത് 1848 to 1856 ആണ്. 1848 നമ്മുടെ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമായത്. അത് കഴിഞ്ഞ് 1856 തൊട്ട് 1862 വരെ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1862 പീനൽ കോഡൊക്കെ എന്ത് വന്നത്, IPC ഇതൊക്കെ ഇതെല്ലാം ചെയ്തിട്ട് ആള് പോയി. ആരാ? ക്യാനിങ് പ്രഫു അല്ലേ, അദ്ദേഹമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ തന്നെ 1858 മുതലാണ് ഇദ്ദേഹം വൈസ്രോയി ആയത്. അപ്പോൾ 1856 ഇദ്ദേഹം കയറുന്ന സമയത്ത് ഗവർണർ ജനറൽ ആയിരുന്നു.